Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഓഫറിംഗ് ആയ നോക്കിയ 4.2 ആണ്. അപ്പോൾ ഈ ചാനലിൽ ഓൾറെഡി നമ്മൾ മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2019 നോക്കിയ 4.2ന്റെ ഹാൻഡ്സ് ഓൺ വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ നോക്കിയ 4.2 ഒരു ബഡ്ജറ്റ് ഓഫറിംഗ് ആണ്. എക്സ്പെക്റ്റഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബോക്സ് പാക്കിൽ 13,000 എഴുതിയിരിക്കുമെങ്കിലും അത്രയൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഒരു കുറച്ചും കൂടി അഗ്രസീവായ പ്രൈസിംഗ് ആയിരിക്കും എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് പ്രൈസിംഗ് അറിയത്തില്ല. അപ്പോൾ ഡിവൈസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, 3000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, പിന്നെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് പവർ ചെയ്യുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 439 ഒക്ടാകോർ പ്രോസസ്സറാണ്. 3GB റാമും 30GB സ്റ്റോറേജും ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നോക്കിയ 4.2 ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ബോക്സ് പാക്കിംഗ് ടിപ്പിക്കൽ നോക്കിയ ബോക്സ് പാക്കിംഗ് തന്നെയാണ് വരുന്നത്. 4.2ന്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ ബാക്ക് പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കാണാം. ഇതിൽ വന്നിരിക്കുന്നത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 5.71 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 13+2 മെഗാപിക്സൽ ഡുവൽ ക്യാമറ. ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ 8 മെഗാപിക്സൽ ആണ്. 3000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ ഉണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 439 പ്ലാറ്റ്ഫോമാണ്. ആൻഡ്രോയിഡ് 9.0 ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മേളിൽ കാണുന്നത് നോക്കിയ 4.2 ആണ്. നമുക്ക് ജസ്റ്റ് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നോക്കിയ 4.2. ജസ്റ്റ് കവർന്ന് പുറത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നോക്കിയ 4.2ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്ലാസ് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് സ്കാനറും ബാക്കിൽ കാണാം. പിന്നെ നോക്കിയന്റെ ലോഗോയും കാണാം. പിന്നെ പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിലാണ് വരുന്നത്. പവർ കീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ലൈറ്റ് കൂടിയുണ്ട്. പവർ കീ ലൈറ്റപ്പ് ചെയ്യുന്നതാണ് ചാർജ് ചെയ്യുമ്പോൾ. പിന്നെ ബോട്ടം പാനലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ട്, സ്പീക്കർ യൂണിറ്റുമാണ്. ടോപ്പ് പാനൽ 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ ഹോം ബട്ടനാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സിം ട്രേയും കാണാം. അപ്പോൾ അതാണ് ഡിവൈസ്. ഫ്രണ്ട് പാനലിൽ നിങ്ങൾക്ക് നോച്ചുള്ള ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഓവറോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത് നോക്കിയ 4.2. നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബാക്കി വരുന്നതും കൂടി നോക്കാം. ഇതിനകത്തൊരു സിം ഇജക്ടർ പിൻ കാണാം. പിന്നെ മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇയർഫോൺ ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു വളരെ ബേസിക് ആയ ഇയർഫോണാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചാർജിങ് അഡാപ്റ്ററാണ്. ഇതിനകത്ത് വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 1 ആംപിയർ ആണ്. വെറും ബേസിക് ചാർജിങ്ങേ ഉള്ളൂ. 5 വാട്ട് ചാർജിങ് ആണ്. 10 വാട്ട് ചാർജിങ് പോലും ഇല്ല. വളരെ ബേസിക് ആയ ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഒരു മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നോക്കിയ 4.2. നമ്മൾ ഡിവൈസ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 9.0 ആണ് സോഫ്റ്റ്വെയർ വരുന്നത്. പിന്നെ ഗൂഗിളിൻ്റെ തന്നെ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ വരുന്ന സ്മാർട്ട് ഫോൺസിൽ ഗൂഗിളിൻ്റെ തന്നെ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പാച്ചസും എല്ലാം റെഗുലർ ബേസിസിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 3GB റാമും 32GB സ്റ്റോറേജും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 439 ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബെസൽസ് വളരെ അധികമാണ്. രണ്ട് സൈഡിലും ടോപ്പിലും ബോട്ടം ബെസൽസും വളരെ അധികമാണ്. ബോട്ടത്തിൽ നോക്കിയൻ്റെ ബ്രാൻഡിങ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേ കുറിച്ച് പറയുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി ആസേച്ച് നല്ലതാണ്. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വ്യൂയിങ് ആംഗിൾസും കളർ റിപ്രൊഡക്ഷനും എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ UI വരുന്നത്. ബൊക്കെ മോഡ്, പ്രോ മോഡ്, വീഡിയോ റെക്കോർഡിംഗ്, ഓട്ടോ HDR മോഡും പിന്നെ ഗൂഗിൾ ലെൻസ് സപ്പോർട്ടും ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് UIയിൽ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. 1080p റെസൊല്യൂഷനാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ വരുന്നത്. ഇനി നമുക്ക് ഇതിനെടുത്ത കുറച്ച് സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നോക്കിയ 4.2 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ റിവ്യൂവിനെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നെ നോക്കിയ 4.2 വരുന്നത് 3000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അത്യാവശ്യം ഒരു ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ. ചെറിയ ഡിസ്പ്ലേ ആണ്. പിന്നെ 3000 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് 1 ഡേൻ്റെ എബോവ് ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കരുതുന്നത്. ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിയെക്കുറിച്ചും പറയുന്നതാണ്.
അപ്പോൾ ഇതായിരുന്നു നോക്കിയ 4.2ൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.